നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് വൃശ്ചികക്കൂറിലെ അനിഴം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുഫലമാണ്. മിത്രൻ ദേവതയായും ശനി അധിപനായും വരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ വിഷുസംക്രമം പുതിയ ബന്ധങ്ങളുടെയും കൂട്ടായ വിജയങ്ങളുടെയും വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ആ ഐശ്വര്യപൂർണമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനിഴം നക്ഷത്രത്തിന്റെ അടയാളം പൂത്തു നിൽക്കുന്ന താമരയാണ്. ചളിയിൽ വളരുമ്പോഴും താമര നൽകുന്ന ആ പരിശുദ്ധി അനിഴം നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. മിത്രൻ ദേവതയായതുകൊണ്ട് സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും നിങ്ങൾ വലിയ വില നൽകുന്നു. ഈ വർഷം നിങ്ങളുടെ ഈ സൽ സ്വഭാവം വഴി പുതിയ സുഹൃത്തുക്കളും സഹായികളും നിങ്ങളെ തേടിയെത്തും. ശനിയുടെ സ്വാധീനം നിങ്ങളിൽ ക്ഷമയും കഠിനാധ്വാനവും വർദ്ധിപ്പിക്കും. തൊഴിൽ രംഗത്ത് അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വളരെ ലാഭകരമായിരിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് സുഹൃത്തുക്കളുടെ സഹായത്താൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ഈ വർഷം ലഭിക്കും. ഇരുമ്പ്, എണ്ണ, കൽക്കരി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി നോക്കുമ്പോൾ സ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. അകന്നുകഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. എങ്കിലും ആർക്കെങ്കിലും ജാമ്യം നിൽക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. ആരോഗ്യവും പരിഹാരങ്ങളും. ആരോഗ്യകാര്യത്തിൽ എല്ലുകൾക്കും പല്ലുകൾക്കും ഉണ്ടായേക്കാവുന്ന ചെറിയ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം ശനിയുടെ സ്വാധീനം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട പ്രത്യേക പരിഹാരങ്ങൾ വിശദമായി നോക്കാം. ശാസ്താഭജനം, ശനി ദോഷ പരിഹാരം. അനിഴം നക്ഷത്രാധിപൻ ശനി ആയതിനാൽ അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. നീരാഞ്ജനം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം, എള്ളുതിരി സമർപ്പിക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാനും മാനസിക സമാധാനത്തിനും ഉത്തമമാണ്. ശനിയാഴ്ച വ്രതം. ശനിയാഴ്ചകളിൽ സസ്യാഹാരം ശീലിക്കുകയും വൈകുന്നേരം ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശിവഭജനം, രോഗശാന്തിക്കും സംരക്ഷണത്തിനും. ശനിദോഷങ്ങൾ ശമിക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ശിവഭജനം. തിങ്കളാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവന് കൂവളമാല സമർപ്പിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിന് നല്ലതാണ്. ധാര. കുടുംബത്തിലെ ഐശ്വര്യത്തിനായി ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി നടത്തുന്നത് വിശേഷമാണ്. അനിഴം നക്ഷത്രത്തിന്റെ ദേവത മിത്രൻ സൂര്യന്റെ ഒരു ഭാവമായതിനാൽ ആദിത്യ ഭജനം ഊർജം നൽകും. ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം ഉയർത്താനും സഹായിക്കും. ഞായറാഴ്ചകളിൽ ആദിത്യ ഹൃദയം ജപിക്കുന്നത് ശത്രുദോഷം മാറാൻ സഹായിക്കും. ഇലഞ്ഞി വൃക്ഷം പരിപാലിക്കുക. അനിഴം നക്ഷത്രത്തിന്റെ വൃക്ഷം ഇലഞ്ഞിയാണ്. ഇലഞ്ഞി മരം നട്ടുപിടിപ്പിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും നക്ഷത്ര ഊർജം പോസിറ്റീവായി നിലനിർത്താൻ സഹായിക്കും. ദാനധർമ്മങ്ങൾ. ശനി പ്രീതിക്ക്. അന്നദാനം. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കോ ഭക്ഷണം നൽകുന്നത് അനിഴം നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. കറുത്ത ഉഴുന്നു ദാനം. ശനിദോഷം മാറാൻ കറുത്ത വസ്ത്രമോ ഉഴുന്നോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഓം മിത്രായ നമഃ. ഈ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാനും തടസ്സങ്ങൾ മാറാനും സഹായിക്കും. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ അനിഴം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് 2026 എന്നത് മാറ്റങ്ങളുടെയും പുതിയ ബന്ധങ്ങളിലൂടെ വിജയങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന്റെയും വർഷമാണ്. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പതറാതെ ശാസ്താവിനെയും ശിവനെയും ഭജിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ചേർന്നു നിൽക്കുന്നു? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പുതിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കുന്ന നിങ്ങളുടെ അനിഴം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്കുമായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വൃശ്ചികക്കൂറിലെ ഏറ്റവും കരുത്തുറ്റ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.